വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം കോട്ടക്കലിൽ നിപ്പ സമ്പർക്ക പട്ടികയിലെ സ്ത്രീ മരിച്ചു. മൃതദേഹം സംസ്കരിക്കാനുള്ള ബന്ധുക്കളുടെ ശ്രമം ആരോഗ്യവകുപ്പ് തടഞ്ഞു. പരിശോധനാ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, ഗുരുതര വിഷയമാണ്. കാരണം സമ്പർക്ക പട്ടികയിലുള്ള ആളാണ് മരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും റിസൾട്ട് വരേണ്ടതുണ്ട്. അതിന്റെ നടപടി ക്രമങ്ങൾക്കനുസരിച്ച് മാത്രമേ നീങ്ങാനും സാധിക്കുകയുള്ളൂ. ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനങ്ങൾ? അതായത് ധന്യ, ഈ മങ്കടയിൽ പനി ബാധിച്ച് നിപ ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കൊപ്പം ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണിപ്പോൾ 70-കാരിയാണ് മരിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിക്കൊപ്പം ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ മരിച്ച സ്ത്രീയും 70-കാരിയും ഉണ്ടായിരുന്നു. ഒരു പരപ്പനങ്ങാടി സ്വദേശിയായ 70-കാരിയാണ് ഇവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഇവർ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇപ്പോൾ ഈ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. അതിനുശേഷം മാത്രമേ സംസ്കാരം അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കാവൂ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഇവർ ബന്ധുക്കൾ സംസ്കരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിനകത്ത് ഈ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. വന്നതിന് ശേഷം മാത്രമായിരിക്കും വന്നതിന് ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാവൂ എന്ന നിർദ്ദേശം ഇപ്പോൾ ബന്ധുക്കൾക്ക് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പരപ്പനങ്ങാടി സ്വദേശിയായ 70-കാരിയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ധന്യ.